എല്ലാവർക്കും എൻ്റെ പുതിയ യാത്രയിലേക്ക് സ്വാഗതം. ഞാനിപ്പോൾ നിൽക്കുന്നത് ഇവിടെ നിന്നോ ഇപ്പോൾ തിരുവനന്തപുരത്ത് ശംഖുമുഖം കടപ്പുറത്താണ് നിൽക്കുന്നത്. ശംഖുമുഖം ഇവിടെ ഒരുപാട് കാഴ്ചയുണ്ട് കാണാൻ. കാരണം ഇവിടെ ഒരു എയർഫോഴ്സിൻ്റെ ഒരു ഹെലികോപ്റ്റർ ഉണ്ട്. പിന്നെ കാനായി കുഞ്ഞിരാമൻ നിർമ്മിച്ച ഒരു മത്സ്യകന്യകയുടെ പ്രതിമയുണ്ട്. ഇവിടെ ഒരു പണ്ട് രാജാവിൻ്റെ ഒരു കൊട്ടാരം ഇവിടെ ഉണ്ട്. അതുകൊണ്ട് അതിനെ പറയുന്നത് ബീച്ച് പാലസ് എന്നാണ്. ഒരുപാട് കാഴ്ചകൾ നമുക്ക് ഇവിടെ കാണാനുണ്ട്. നല്ല നല്ല കാഴ്ചകളും പുതിയ വിശേഷങ്ങളുമായി നമുക്ക് കാണാം. ഇത് കണ്ടോ, ഇത് ശംഖുമുഖം എയർപോർട്ടും കടലും അതിനടുത്താണ് കേട്ടോ ഇപ്പം ഞാൻ നിൽക്കുന്നത്. അതുകൊണ്ട് അവിടെ ഒരു ഭാരതീയ വായുസേന എയർഫോഴ്സിൻ്റെ ഒരു ഹെലികോപ്റ്റർ വെച്ചിട്ടുണ്ട്. കണ്ടോ, അങ്ങോട്ട് നോക്കി, എന്ത് നല്ല രസമെന്ന് നോക്കി. അത് ഇതിൽ നമ്മൾ അങ്ങോട്ട് അടുത്തോട്ടൊന്നും പോകാൻ പാടില്ല, ടച്ച് ചെയ്യാൻ പാടില്ല എന്നൊക്കെ അവർ അതിനകത്ത് എഴുതിക്കുന്നത്. കണ്ടോ, ഇത് അതിൻ്റെ ഫ്രണ്ട് ഇതാണുണ്ടോ നോക്കി. അത് ബാക്കിയൊക്കെ മെഷീൻസും അതൊക്കെ എല്ലാം ഇളക്കിക്കൊണ്ട് അവർ പോയി. പക്ഷെ അതിനകത്തുള്ള ചെറിയ വേവ്സ് ഉണ്ടോ, നമ്മൾ വിചാരിക്കും പോലെ അല്ലേ ഏട്ടാ, നല്ല വലിപ്പമാണ് അത്. നിങ്ങൾക്ക് ഞാൻ ദൂരെ നിന്നുള്ള അതിൻ്റെ ഒരു ആംഗിൾ കാണിച്ചു തരാം. അതിൻ്റെ ഒരു വ്യൂ നോക്കി ഉണ്ടോ. ഇത് എയർഫോഴ്സിൻ്റെ ഇതാണ്. ഇതിൻ്റെ നേരെ അവിടെ കാണുന്നതാണ് എയർപോർട്ട്, ഡൊമസ്റ്റിക് എയർപോർട്ട്. അപ്പോൾ അവിടെ നിന്നുള്ളതാണ് ഇവിടെ ഈ പണ്ട് ഇവിടുത്തെ ഒരു ഇതുണ്ട്. ഇത് ഇപ്പം കോഫി ഹൗസാണ് അതാണ് ഈ കാണുന്നത്. പണ്ട് ഇവിടെ ഒരു കൽ മണ്ഡപമൊക്കെ ഉണ്ട്. ആ കൽ മണ്ഡപം ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പറ്റും. പക്ഷെ എന്തായാലും നല്ല രസമുള്ളൊരു വ്യൂ കേട്ടോ ഈ എയർഫോഴ്സിൻ്റെ ഇത്. ഇതിനകത്തോട്ട് ഞാൻ ജസ്റ്റ് ഒന്ന് ഞങ്ങൾക്ക് കാണിച്ചു തരാം. അതങ്ങനെ എടുക്കാൻ പാടില്ലെന്ന് അവരവിടെ എഴുതിയിരിക്കുന്നത്. എന്നാലും ഞാൻ അതിൻ്റെ അകത്തൊന്നുമില്ല, വെറും കാലിയാണ്. കണ്ടോ ഇത്രയൊക്കെ ഉള്ളൂ ഇതിനകത്ത്. ഫുള്ള് അവരെ ഇളക്കി എടുത്തുകൊണ്ട് പോയി. ഇതിൻ്റെ ലീഫ് കണ്ടോ നോക്കി, ഇതാണ് ലീഫ്. ഈ എയർഫോഴ്സിൻ്റെ ഇത് ഹെലികോപ്റ്റർ ഇരിക്കുന്നതിൻ്റെ അടുത്ത് നേരെ അതാണ് കാണുന്നുണ്ട്. അതാണ് ഒരു കൽമണ്ഡപം. 2 കൽമണ്ഡപം ഉണ്ടോ കേട്ടോ. അതാണ് ഇച്ചിരി ഒരു വലുത്. അത് ഞാൻ അങ്ങോട്ട് പോയിട്ട് അത് കടലിൻ്റെ സൈഡിലാണ്. അപ്പോൾ അതിൻ്റെ ഒരു വീഡിയോ ഞങ്ങൾ കാണിച്ചു തരാം. പിന്നെ ഇവിടെ കണ്ടോ ഒരു മത്സ്യകന്യക നോക്കി. മത്സ്യകന്യകയുടെ ഒരു സിമെൻറ്റിലൊക്കെ തീർത്ത് വെച്ചിരിക്കുന്ന ഒരു നല്ലൊരു അതിമനോഹരമായ ഒരു ശില്പം കണ്ടോ. അതും ഞാൻ നിങ്ങൾക്ക് ഇവിടെ നിന്ന് അങ്ങോട്ട് ഇറങ്ങുമ്പോൾ ബാക്കിയുള്ള വേവ്സ് കാണിച്ചു തരാം. ഈ ഹെലികോപ്റ്ററിൻ്റെ കാഴ്ച എങ്ങനെയുണ്ട്, അടിപൊളിയല്ലേ? കുട്ടികൾക്കൊക്കെ നല്ല രസമായിരിക്കും കേട്ടോ. ഒരു ദിവസം വന്നാൽ ഇതൊക്കെ കാണാൻ വേണ്ടി നല്ല രസമായിരിക്കും. കഴിവതും വൈകുന്നേരം വരുന്നതാണ് നല്ലത്, കാരണം ഭയങ്കര വെയിലാണ് ഇപ്പം. ഇതാണ് ആ മത്സ്യകന്യ കേട്ടോ. ഓക്കെ, ഒരു നല്ല രസമുണ്ട് കേട്ടോ. കാരണം നല്ല ഭംഗി വെച്ചാൽ നല്ല ഇപ്പം കുറച്ച് പണിയൊക്കെ അവർ ചെയ്തിട്ടുണ്ടെന്നാണ്. ഇതിനകത്ത് നേരത്തെ വെള്ളം കെട്ടി നിർത്തുമായിരുന്നു. ഇപ്പം അതിനകത്ത് വെള്ളം ഇല്ല. ഇപ്പം അതിനകത്ത് ഉണ്ടോ, നേരത്തെ അതിനകത്ത് വെള്ളം കെട്ടിയതാണ്ട് എവിടെ ഉണ്ട്. ഇപ്പം വെള്ളം ഇല്ല ഇപ്പം. പക്ഷെ നല്ല രസമുണ്ട് കേട്ടോ. അങ്ങനെ കിടക്കുന്ന വേവ്സ് ഉണ്ടോ നോക്കി, അടിപൊളിയാണ്. ഓക്കെ, കാലൊക്കെ എങ്ങനെ മുടക്കി വെച്ച് കണ്ടോ. അതിൻ്റെ ഒരു ആംഗിൾ അങ്ങനെയാണ് കണ്ടോ. ഈ ശില്പം പണി കഴിപ്പിച്ചത് കാനായി കുഞ്ഞിരാമനാണ് കേട്ടോ. പുള്ളിയാണ് ഈ ശില്പം പണി കഴിപ്പിച്ചത്. നല്ലൊരു അതിമനോഹരമായിട്ടുള്ള ഒരു ശില്പം തന്നെ, അത് പറയാതിരിക്കാൻ പറ്റില്ല കേട്ടോ. ഇതിൻ്റെ ബാക്ക് സൈഡിൽ നിന്നുള്ള ഒരു വ്യൂ കൂടെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അതുമല്ല ഇവിടെ ഒരു ബോർഡ് വെച്ചിട്ടുണ്ട്. കണ്ടോ, അവർ ചെറിയൊരു ഈ ശില്പത്തിൽ ഇതാണ്ട ഒരു ബോർഡ് വെച്ചിട്ടുണ്ട്, കാനായി കുഞ്ഞിരാമൻ. വേണ്ട അത് നിങ്ങൾക്ക് ഞാൻ സൂം ചെയ്തൊന്ന് കാണിച്ചു തരാം. കാനായി കുഞ്ഞിരാമൻ. നമ്മൾ ഈ ശില്പം ഇത് കണ്ടല്ലോ, ഈ ശില്പം നമ്മൾ ഇവിടെ നിന്ന് കണ്ടിട്ട് ഇത് കുറച്ചുകൂടെ അങ്ങോട്ട് പോകുമ്പോൾ ഒരു സ്റ്റെപ്പ് ഉണ്ട്. അപ്പോൾ അവിടെ വേറെ ഒരു നല്ലൊരു ശില്പങ്ങൾ ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് ഞാൻ കൂടെ കാണിച്ചു തരാം. അല്ല, കാലൊക്കെ എടുത്ത് മേളിൽ വെച്ച് ഒരാൾ കിടക്കുന്ന ഒരു ശില്പമാണ് കേട്ടോ. അത് നല്ല രസമുണ്ട് അത് കാണാൻ.
കണ്ടോ? ഇല്ലേ, കാല് കണ്ടോ? പക്ഷെ ഇതിന് നടുക്കൂടെ നടന്നു പോവാം. മറ്റൊരാൾ കടന്ന് തലയൊക്കെ വെച്ച്. ഇതും കാനായി കുഞ്ഞിരാമൻ ചെയ്താണ്. എൻ്റെ ബൈ കാനായി കുഞ്ഞിരാമൻ എഴുതിയിട്ടുണ്ട്. അത് ഈ ബീച്ചിനടുത്ത് തന്നെ ഉള്ള ഒരു ശില്പമാണ്. കാണുന്നുണ്ടോ? ഈ ബീച്ചിൻ്റെ സൈഡിൽ കണ്ടു ഇവിടെ ഒരുപാട് ഈ ചെറിയ ചെറിയ പെട്ടിക്കടകൾ കണ്ട ഒരുപാടുണ്ട്. ഒരുപാട് ചെയ്താൽ ഇതെല്ലാം കണ്ടു ഇങ്ങനെ നിരന്നിട്ട് പക്ഷേ ഇപ്പം രാവിലെ തിരക്ക് തുറന്നിട്ടില്ല. വൈകുന്നേരമൊക്കെ ഇവിടെ നല്ല തിരക്കായിരിക്കും. അതുകൊണ്ട് ഒരുപാട് കടകളുണ്ട്. കണ്ടോ? അത്രയും തിരക്കുമുണ്ട്. കാരണം ഞാൻ ആദ്യം കാണിച്ചത് ഒരു കൽമണ്ഡപം അതല്ലേ, രണ്ടാമത്തെ ഒരു ചെറിയ കൽമണ്ഡപമുണ്ട്. അത് ഞാൻ കാണിച്ചു തരാം. അതുകൊണ്ട് ഈ സൈഡിലാണ്. കേട്ടോ, ഈ കൽമണ്ഡപത്തിനകത്ത് നമുക്ക് ഇരിക്കാനുള്ള സൗകര്യങ്ങളൊക്കെ ഒരുക്കിയിട്ടുണ്ട്. കണ്ടോ? ഇതിൻ്റെ താഴെ നിന്നുള്ള വിഷ്വൽസ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. കണ്ടോ? ഇത് വേറെ കൽമണ്ഡപം. കണ്ടോ എങ്ങനെയുണ്ട്? അടിപൊളിയല്ലേ? പിന്നെ നമ്മളിപ്പോൾ ഈ ആറാട്ട് കട കണ്ടില്ലേ, അതിന് തൊട്ട് താഴോട്ട് വരുമ്പോഴേ ഞാൻ നേരത്തെ പറഞ്ഞൊരു കോഫി സെൻ്റർ, അതൊരു ഇൻഡോർ GV രാജ ഇൻഡോർ സ്റ്റേഡിയം കൂടിയാണ് കേട്ടോ. അതിനകത്ത് ചെറിയൊരു സ്റ്റേഡിയമൊക്കെ ഉണ്ട്. പിന്നെ അതിൻ്റെ ഫ്രണ്ടിലാണ് ദാണ്ട് ഓൾഡ് കോഫി ഹൗസ്, അതും പ്രവർത്തിക്കുന്നുണ്ട്. ദാണ്ട് അതിൻ്റെ ഒരു വിഷ്വൽസ് കൂടെ നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം. ഓൾഡ് കോഫി ഹൗസ് എന്നാണ്. ഇതെല്ലാം ഈ കടലിൽ വ്യൂ ആയിട്ടിരിക്കുകയാണ്. വ്യൂ ചെയ്താണ് ഇത് ഇരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് നല്ല രസമുണ്ട് ഇവിടെ. ഇവിടെ വൈകുന്നേരമൊക്കെ വന്നിരുന്ന് ഫുഡ് കഴിക്കാനും സ്നാക്സൊക്കെ കഴിക്കാനും ഇവിടെ നല്ല രസമുള്ളൊരു സ്ഥലം. വേണ്ട ഓൾഡ് കോഫി ഹൗസാണ്. വേണ്ട അകത്തോട്ട് കയറിയില്ല, ഞാൻ വെളിയിൽ നിന്നുള്ളൊരു വിഷ്വൽസാണ് കാണിച്ചത്. ഇവിടെ നിന്നുകൊണ്ട് തന്നെ കടലിലോട്ടുള്ള വ്യൂ നോക്കി നല്ല അടിപൊളി വ്യൂ ആണ്. കണ്ടോ? ഇത് ഞാൻ നേരത്തെ നിങ്ങൾക്ക് ഇവിടെ നിന്ന് കാണിച്ചില്ലേ, ഒരു വലിയൊരു കൽമണ്ഡപം. അതാണ് അതിൻ്റെ അടുത്താണ് ഇപ്പം നമ്മൾ നിൽക്കുന്നത്. കണ്ടോ? ഇതൊക്കെ നല്ല രസമുണ്ട് കേട്ടോ കാണാം. അതിനകത്ത് വണ്ടിയൊക്കെ പാർക്ക് ചെയ്യുന്ന ആൾക്കാർ ഇരിപ്പോൾ ഫുൾ കരിങ്കല്ല് കാണാം കേട്ടോ. അങ്ങോട്ട് നോക്കി കരിങ്കല്ല് കൊണ്ട് തീർത്ത ഒരു നല്ലൊരു അടിപൊളി കൽമണ്ഡപം നോക്കി. അതിൻ്റെ ഫ്രണ്ടിൽ രണ്ട് വള്ളങ്ങളൊക്കെ അടുക്കിയിട്ടിരിക്കുന്നു, മീൻ പിടിക്കാനൊക്കെ പോകാൻ വേണ്ടി. ഇവിടെ കണ്ട് വലയൊക്കെ നെയ്യുന്നുണ്ട്. നിങ്ങൾ കാണിച്ചു തരാൻ കണ്ടോ? ഉണ്ടോ? കീറിയ വലകളൊക്കെ അത് തയ്ച്ചെടുക്കുന്നുണ്ട്. ഈ കൽമണ്ഡപത്തിന് നേരെ ഓപ്പോസിറ്റ് ആയിട്ട് കണ്ട ഒരു ബിൽഡിംഗ്, ഒരു കൊട്ടാരം കാണുന്നുണ്ട്, ഒരു ചെറിയൊരു കൊട്ടാരം. അപ്പോൾ ഇത് രാജാവിൻ്റെ കാലത്ത് നിർമ്മിച്ച കൊട്ടാരമാണ്. ഇവിടെ രാജാവ് ഈ വെക്കേഷൻ, കാരണം ഈ ചൂട് സമയങ്ങളിലൊക്കെ വന്ന് പിന്നെ താമസിക്കുന്നത് ഇവിടെയാണ്. ഇപ്പോൾ ഇതിനെ പറയുന്നത് ബീച്ച് പാലസ് എന്നാണ് പറയുന്നത്. ഇത് പണ്ട് രാജാവിൻ്റെ കാലത്തുള്ള സിമ്പിൾസ് ഉണ്ടല്ലോ, ശംഖ് പോലത്തെ ആ എംബ്ലം, അത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അതാണ്ട് അത് ഈ ബിൽഡിങ്ങിൽ ഈ ചുവരിൽ പതിപ്പിച്ചിട്ടുണ്ട്. കണ്ടോ? കണ്ടോ? ബീച്ച് പാലസ് എന്നാണ് ഇതിനെ അറിയപ്പെടുന്നത്. ഫ്ലൈറ്റ് പോകുന്ന സീന് കണ്ടോ? അയ്യോ, അത് പോയതാണ്ടോ? ചെറുതായിട്ട് കാണാൻ പറ്റിയ ഫ്ലൈറ്റ് പോകുന്നത്. ഇത് ഈ കോട്ടയ്ക്കകത്ത് നമ്മൾ കയറിയപ്പോൾ ഇതുണ്ട്. വേറെ ഒരുപാട് വിഗ്രഹങ്ങളും കുറേ ഇങ്ങനെ കല്ലിലൊക്കെ ചെയ്ത് വെച്ചിട്ടുണ്ട്. നല്ല രസമുള്ളൊരു ഇതായിട്ട്. ഇതിനകത്തൊരു പ്രവേശനമില്ല. 11 മണി കഴിഞ്ഞിട്ട് അകത്ത് പ്രവേശനമുള്ളൂ എന്നാണ് പറഞ്ഞത്. അപ്പോൾ അതുകൊണ്ടാണ് ഞങ്ങൾ ഇവിടെ വന്നൊരു വീഡിയോ എടുത്തത്. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ശംഖുമുഖം കടപ്പുറത്തിൻ്റെ ഈ പ്രതിമയുടേതും ഈ കടപ്പുറത്തെ കാഴ്ചകളും ഈ ഹെലികോപ്റ്ററും ഇവിടുത്തെ കാഴ്ചകളെല്ലാം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം. അടുത്ത വീഡിയോയിൽ വരുന്നവരേക്കും ബൈ.